മാർക്ക് ഏകീകരണ ഫോർമുല വലിച്ചെറിഞ്ഞ് കീം ഫലം റദ്ദാക്കി ഹൈക്കോടതി. സർക്കാരിനും കേരള സിലബസ് കുട്ടികൾക്കും തിരിച്ചടി. എഞ്ചിനീയറിംഗ് പ്രവേശനം ഇനിയും നീളും. പ്രോസ്പെക്ടസ് വ്യവസ്ഥ മാറ്റാനാവില്ലെന്ന് കോടതി. അപ്പീൽ സാധ്യത പരിശോധിച്ച് സർക്കാർ. ജയിലിലും ഭീകരപ്രവർത്തനം തുടർന്ന് തടിയണ്ടവിടെ നസീർ. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട NIA. നസീറിന് മൊബൈൽ ഫോൺ എത്തിച്ചു നൽകിയ ജയിലിലെ സൈക്കാട്രിസ്റ്റ് അടക്കം 3 പേർ അറസ്റ്റിൽ. രാജ്യസുരക്ഷയ്ക്ക് അത്യന്തം ഭീഷണിയായ കൊടും ഭീകരനുള്ളത് ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ. പ്രതിപക്ഷ സംഘടനകളുടെ ദേശീയ പണിമുടക്കിൽ ജനം അടിമുടി വലഞ്ഞു. പണിമുടക്ക് ഏഷ്യത് കേരളത്തിൽ മാത്രം. KSRTC ഓടുമെന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ വാക്ക് വിശ്വസിച്ചവർ പെരുവഴിയിലായി. ഇടതുമുന്നണി ചർച്ച ചെയ്യുമെന്ന കൺവീനർ TP രാമകൃഷ്ണൻ. പത്തനംതിട്ടയിൽ CITU കൊടികെട്ടിയ വണ്ടി CITUക്കാർ തന്നെ തടഞ്ഞു. മന്ത്രിമാർ ഓഫീസിലെത്താത്തപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ജോലിക്ക്. സെക്രട്ടേറിയറ്റിൽ ഹാജരായത് 8% ജീവനക്കാർ മാത്രം. ജോസ് കെ മാണിക്ക് കടുത്തുരുത്തി നൽകി കേരള കോൺഗ്രസ്. മാണി ഗ്രൂപ്പിനെ തിരികെ മുന്നണിയിലെത്തിക്കാൻ കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തിരക്കിട്ട നീക്കം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേരള കോൺഗ്രസുകളുടെ ലയന നീക്കത്തിന് വഴിയൊരുക്കി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. PJ ജോസഫിനെയും കണ്ടു. MT രമേശിനെയും ശോഭ സുരേന്ദ്രനെയും ജനറൽ സെക്രട്ടറിമാരാക്കി BJP പുനഃസംഘടനയുടൻ. S സുരേഷും ജനറൽ സെക്രട്ടറി, ഷോൺ ജോർജും അനൂപ് ആന്റണിയും പരിഗണനയിൽ. P സുധീർ ജനറൽ സെക്രട്ടറിയായി തുടരും. കരുത്തുകൂട്ടാൻ പുതുതന്ത്രങ്ങളുമായി ടീം രാജീവ് ചന്ദ്രശേഖർ. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ കേരള സർവകലാശാല ആസ്ഥാനത്ത് കയറിയാൽ നിയമ നടപടിയെന്ന് VC. മുന്നറിയിപ്പുമായി കത്ത് നൽകി. VC-യായി തിരികെ എത്തി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സമരം തുടരുമെന്ന് SFI. നാളെ സംസ്ഥാന വ്യാപക പണിമുടക്കിനും ആഹ്വാനം. തലസ്ഥാനത്ത് ഹോട്ടൽ ഉടമയെ തൊഴിലാളികൾ കൊന്നത് ജോലിക്ക് ഹാജരാകാത്തത് ചോദ്യം ചെയ്തതിന്. അറസ്റ്റിലായത് വിഴിഞ്ഞം സ്വദേശിയും നേപ്പാൾ സ്വദേശിയും. ചോദ്യം ചെയ്യൽ തുടർന്നു. വയനാട്ടിലെ ഹേമചന്ദ്രനെ നീലഗിരിയിൽ കൊന്നു തള്ളിയ കേസിൽ പ്രതി നൌഷാദിനെ കോഴിക്കോട്ടെത്തിച്ചു. പിടിയിലായത് ഇന്നലെ ബംഗളൂരു വിമാനത്താവളത്തിൽ. സെൻസർ ബോർഡ് നിലപാട് മയപ്പെടുത്തി. ജാനകിയുടെ പേരിനൊപ്പം ഇനിഷ്യലായ V ചേർത്താൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് പ്രദർശനാനുമതി നൽകാം. ചില കോടതി രംഗങ്ങൾ മ്യൂട്ട് ചെയ്യണമെന്നും ആവശ്യം. നിർമ്മാതാക്കളുടെ നിലപാട് അറിഞ്ഞ ശേഷം ഹൈക്കോടതി ഉത്തരവ് അല്പസമയത്തിനകം. വിശദമായ വാർത്തകൾ നോക്കാം. കീം പരീക്ഷാ ഫലം റദ്ദാക്കി ഹൈക്കോടതി. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പ്രവേശന നടപടികളുടെ അന്തിമഘട്ടത്തിൽ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് തെറ്റാണെന്നും ഹൈക്കോടതി. മഞ്ജുഷ് ഗോപാൽ വിവരങ്ങളുമായി. മഞ്ജുഷ്, സർക്കാരിന് തിരിച്ചടിയാണ്, അതിലേറെ തിരിച്ചടിയാണ് പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. എന്തൊക്കെ കാരണങ്ങൾ കാണിച്ചാണ് ഹൈക്കോടതി കീം ഫലം റദ്ദാക്കിയിരിക്കുന്നത്? ശ്രീജ, എഞ്ചിനീയറിംഗ് പ്രവേശനം കാത്തിരിക്കുന്ന 76,000 വിദ്യാർത്ഥികൾക്കാണ് വലിയ ആശങ്കയുണ്ടാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് വിധി വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ഇത് വലിയ തിരിച്ചടിയാണ്. കീം പരീക്ഷാ ഫലം കീമിന്റെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുക എന്ന് പറയുമ്പോൾ അതിസങ്കീർണമായ നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും. ഓഗസ്റ്റ് 25-ന് മുൻപ് എഞ്ചിനീയറിംഗ് പ്രവേശനം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിലേക്ക് കടക്കുകയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. അതിനിടെയാണ് ഇപ്പോൾ റാങ്ക് പട്ടിക പുനഃപ്രസിദ്ധീകരിക്കണം എന്നുള്ള ആവശ്യം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇനി സംസ്ഥാന സർക്കാരിന് വലിയ തലവേദന ഉണ്ടാകുന്ന നിയമ പോരാട്ടങ്ങളോ അല്ലെങ്കിൽ വലിയ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യമോ ഉണ്ടായിരിക്കുകയാണ്. ഇതിന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാരണം വിവേചനപരമായാണ് കീം പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഒരു മാറ്റം വരുത്തിയിരുന്നു ഇത്തവണ കീം പരീക്ഷയുടെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിൽ. നേരത്തെ റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ കേരള സിലബസിൽ പഠിച്ച് പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അത് തിരിച്ചടി ഉണ്ടാകുന്നു, അവർക്ക് നഷ്ടമുണ്ടാകുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു.
റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കുന്ന വിദ്യാർത്ഥികളുടെ അനുപാത കണക്കെടുക്കുമ്പോൾ CBSE സ്ട്രീമിൽ പഠിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അവസരം കൂടുതൽ കിട്ടുന്നു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ഇത് മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു പുതിയൊരു ഫോർമുല മാർക്ക് ഏകീകരണത്തിന് വേണ്ടി രൂപീകരിച്ചത്. അതാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. CBSE സ്ട്രീമിൽ പഠിച്ച ഹന ഫാത്തിമ എന്ന വിദ്യാർത്ഥിനി നൽകിയ ഹർജിയാണ് കോടതി അംഗീകരിച്ചിരിക്കുന്നത്. വിവേചനം ഉണ്ടായിരിക്കുകയാണ് കീം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ എന്നുള്ള കണ്ടെത്തലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇത്തവണ കൂടുതലായിട്ടുള്ള ഒരു വെയിറ്റേജ് കിട്ടിയിരുന്നു. ആ വെയിറ്റേജ് പറ്റില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ പുതിയ ഫോർമുല കണ്ടെത്തണം. ആ ഫോർമുല അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിലാർക്കും വിവേചനം പറ്റില്ല എന്നുള്ള കാര്യമാണ്. പുതിയ ഫോർമുല എന്ന് പറയുമ്പോൾ പ്രോസ്പെക്ടസിൽ ഒരു ഫോർമുലയും പ്രോസ്പെക്ടസ് മാറ്റി പുതിയ ഒരു ഫോർമുല അതിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കീം പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അങ്ങനെ പ്രോസ്പെക്ടസിൽ ഒരു കാര്യവും റാങ്ക് പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് മറ്റൊരു രീതിയും അവലംബിക്കുക അത് അസാധ്യമാണ്, അത് സാമൂഹ്യ നീതിയുടെ നിഷേധമാണ് എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇനി സർക്കാരിന് മുന്നിലുള്ള വഴി എന്താണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്യാബിനറ്റ് കൂടി ഇതിലൊരു തീരുമാനം എടുക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പീൽ പോവുകയാണെങ്കിൽ അത് മറ്റൊരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കും. അത് കൂടുതൽ സമയം എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആശങ്കയുണ്ടാവും. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് റാങ്ക് പട്ടിക തയ്യാറാക്കിയത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് വിവേചനം ഉണ്ടാകുന്ന രീതിയിലാണ് എന്നുള്ള കണ്ടെത്തൽ ഹൈക്കോടതി അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയതോടുകൂടി സംസ്ഥാന സർക്കാരിന് ആർക്കും വിവേചനം വരാത്ത രീതിയിലുള്ള ഒരു പുതിയ ഫോർമുല ഉണ്ടാക്കുവാനുള്ള സാഹചര്യം ഉണ്ടോ, അതോ പഴയ ഫോർമുല അനുസരിച്ചുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടി ഒരു പുതിയ പട്ടിക തയ്യാറാക്കണോ എന്നുള്ള ഒരു തലവേദനയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ സംസ്ഥാനത്ത് നീണ്ടുപോകുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ ഉദ്യോഗസ്ഥ തല വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള സിലബസിൽ പഠിച്ച് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് റാങ്ക് പട്ടിക വരുമ്പോൾ അതിലൊരു അവഗണന ഉണ്ടാകുന്നു എന്നുള്ള പരാതി വർഷങ്ങളായിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ആ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം വരാൻ വൈകി, മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടാൻ വൈകി, വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയതാണ്. പക്ഷെ തീരുമാനം വരാൻ വൈകി. റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇങ്ങനെയൊരു തീരുമാനം വന്നത്. അപ്പോൾ അതനുസരിച്ച് പ്രോസ്പെക്ടസിൽ ചില തിരുത്തൽ വരുത്തുകയായിരുന്നു. ആ തിരുത്തൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഫലം റദ്ദാക്കുന്നതോടുകൂടി പ്രവേശന നടപടികൾ നീണ്ടുപോവുകയും സംസ്ഥാന സർക്കാർ വലിയൊരു വെട്ടിലായിരിക്കുകയുമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. മന്ത്രി പറഞ്ഞപ്പോഴും മന്ത്രി ഒരു ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ പറഞ്ഞില്ല. അപ്പീൽ പോകും എന്ന് ഉറപ്പിച്ചു പറയുവാൻ മന്ത്രിക്ക് കഴിയുന്നില്ല. അപ്പീൽ സാധ്യതകൾ പരിഗണിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മന്ത്രിയുടെ വാക്കുകളിലേക്ക് മഞ്ജുഷ്, മന്ത്രിയുടെ വാക്കുകളിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഇതിപ്പോൾ ഇനി ഈ പ്രോസസ്സ് ഒന്നിൽ നിന്ന് ആരംഭിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ പ്രവേശനത്തിന്റെ നടപടികൾ വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കുട്ടികൾക്കൊരു സെമസ്റ്റർ തന്നെ നഷ്ടമാകും എന്ന നിലയിലേക്കല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്? സെമസ്റ്റർ നഷ്ടമാകും എന്നുള്ള ആ ഒരു ആശങ്കയല്ല ഉള്ളത്. ഇവിടെ ഓഗസ്റ്റ് 25-ന് മുൻപ് പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് ഈ തീയതി. അത് നീട്ടിക്കിട്ടണമെങ്കിൽ വീണ്ടും ഒരു അപേക്ഷ നൽകേണ്ടി വരും, അവരോട് അപേക്ഷിക്കേണ്ടി വരും. ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രവേശനം വൈകുമെന്ന് പറയുമ്പോൾ ക്ലാസുകൾ തുടങ്ങുവാൻ വൈകും, നിയമ പോരാട്ടങ്ങൾ അവിടെ ഉണ്ടാകും. ഇപ്പോൾ CBSE സ്ട്രീമിൽ പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ പിന്തള്ളപ്പെട്ടു പോയ ഒരു വിദ്യാർത്ഥിനി നൽകിയ ഹർജിയാണ്, ഹന ഫാത്തിമ എന്നുള്ള വിദ്യാർത്ഥിനി നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ഇനി പുതിയ പട്ടിക വരുമ്പോൾ പുതിയ നിയമ പോരാട്ടങ്ങൾക്ക് ആരെങ്കിലും ഹർജി നൽകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഇനിയും നിർണ്ണയിക്കുവാനുണ്ട്. അതിനാൽ തന്നെ നിലവിൽ സംസ്ഥാന സർക്കാരിന് ഒരു തിരിച്ചടിയാണ്. അത് നേരത്തെ കൂട്ടി ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നിട്ട് പോലും ആരെങ്കിലും പരാതിയുമായിട്ട് പോകുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അത് കണക്കിലെടുത്തില്ല. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു സംസ്ഥാന സർക്കാർ. പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതിൽ ഇനിയും
സംസ്ഥാന സർക്കാരിന് അപ്പീൽ പോകുവാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ പോലും വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രവേശന നടപടികളിലേക്ക് പോകണമെങ്കിൽ നിയമ പോരാട്ടത്തെക്കാൾ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ് നല്ലത് എന്നുള്ള കാര്യവും പലരും പറയുന്നുണ്ട്, പല വിദ്യാഭ്യാസ പ്രവർത്തകരും പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പഴയ രീതിയിലേക്ക് പോകേണ്ടി വരും. അടുത്ത വർഷത്തോടുകൂടി ഈ പ്രോസ്പെക്ടസിൽ ഒരു മാറ്റം വരുത്തേണ്ടി വരും. അത് കാലേക്കൂട്ടി ചെയ്യേണ്ടി വരും. അതല്ല എങ്കിൽ വീണ്ടും ഒരു തിരിച്ചടി സംസ്ഥാന സർക്കാരിന് കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അപ്പോഴും കേരള സിലബസിൽ പഠിച്ച് പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വിവേചനം ഉണ്ട് എന്നുള്ള കാര്യം നിലനിൽക്കും. ആ പരാതി സംസ്ഥാന സർക്കാരിന് ഒരു വെല്ലുവിളിയാണ്. അത് സംസ്ഥാന സർക്കാരിന് ഈ വർഷം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുന്നത് സംസ്ഥാന സർക്കാരിന് ഒരു തിരിച്ചടിയും മറുപടി പറയേണ്ടി വരുന്ന ഒരു കാര്യവുമാണ്. ഇതാണ് ഇന്ന് ഹൈക്കോടതി വിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ തലവേദന. ശരിയാണ്. ഇനി മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഒട്ടും ആത്മവിശ്വാസത്തോടെയല്ല. നാളത്തെ മന്ത്രിസഭാ യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ആർ ബിന്ദുവിന്റെ വാക്കുകളിലേക്ക്. ഇനിയും അപ്പീൽ പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് അവലംബിച്ചത്. കഴിഞ്ഞ വർഷം 35 മാർക്കിൻ്റെ വ്യത്യാസം വരാവുന്ന നിലയിലായിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അത് ഒരു കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. പ്രോസ്പെക്ടസിൽ പ്രൊവിഷൻ ഉണ്ട് അതിന്. ഇത് കോടതിയിൽ ഇനിയും പോകേണ്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡീപ്പായിട്ട് പ്രതികരിക്കുന്നില്ല. ഇപ്പം പ്രഥമ പ്രതികരണം മാത്രമാണ് ഇപ്പം എനിക്ക് നൽകാൻ സാധിക്കുക. മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണമാണ് കണ്ടത്. എന്തായാലും വലിയ നിയമ പോരാട്ടത്തിലേക്കും നൂലാമാലകളിലേക്കും സാങ്കേതികത്വത്തിലേക്കും ഒക്കെയാണ് പോകുന്നത്. അതിനിടയിൽ കഷ്ടപ്പെടുന്നത് കുട്ടികളായിരിക്കും. പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഇനി വീണ്ടും കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് എഞ്ചിനീയറിംഗ് പ്രവേശനാർത്ഥികളായ കുട്ടികൾ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ജയിലിലും ഭീകരപ്രവർത്തനം തുടർന്ന് തടിയൻ്റെവിടെ നസീർ. ഭീകരവാദ കേസിൽ ബംഗളൂരു ജയിലിലുള്ള തടിയൻ്റെവിടെ നസീറിന് മൊബൈൽ ഫോൺ എത്തിച്ച കേസിൽ ജയിലിലെ സൈക്കാട്രിസ്റ്റ് അടക്കം 3 പേർ അറസ്റ്റിൽ. ഡോക്ടർ നാഗരാജ്, ASI ചാന്ദ് പാഷ, ഒളിവിലുള്ള മറ്റൊരു പ്രതിയുടെ അമ്മ അനീസ് ഫാത്തിമ എന്നിവരെയാണ് NIA അറസ്റ്റ് ചെയ്തത്. വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും സ്വർണവും മറ്റ് നിരവധി രേഖകളും പിടിച്ചെടുത്തു. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, കോടതി തടിയൻ്റെവിടെ നസീറിനെ ജയിലിലേക്ക് അയക്കുമ്പോൾ തന്നെ പ്രത്യേകം പറഞ്ഞിരുന്നതാണ് തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് കർശനമായി നിരീക്ഷിക്കണമെന്ന്. എന്നാൽ ബംഗളൂരുവിലെ പരപ്പനാഗ്രഹാര ജയിലിലും മതതീവ്രവാദ പ്രചരണത്തിനുള്ള നടപടികൾ തന്നെയാണ് നസീർ ചെയ്തത് എന്നതിന്റെ തെളിവുകൾ വരുന്നു. ഈ 3 പേർ ഏതൊക്കെ വിധത്തിലാണ് അതിൽ പങ്കാളികളായത്? ശ്രീജ, ഈ നിരീക്ഷിക്കണമെന്ന് ആർക്കാണോ അതിനുള്ള ചുമതല നൽകിയത് അവർ തന്നെ, ആ ഉദ്യോഗസ്ഥർ തന്നെ നസീറിന് കൂട്ടാളികളാകുന്നു എന്നുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ NIA പുറത്തുവിട്ടിരിക്കുന്നത്. അഗ്രഹാര ജയിലിലെ ഡോക്ടർ നാഗരാജു ഒപ്പം തന്നെ ASI തുടങ്ങിയവരാണ് ഇത്തരത്തിൽ സഹായവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ള നിർണായക വിവരം NIA കണ്ടെത്തിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ NIA പരിശോധിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാത്തിമ, അതായത് നേരത്തെ ഈ 2008 സ്ഫോടന കേസ്, ബംഗളൂരു സ്ഫോടന കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായിട്ടുള്ള ജുനൈദിന്റെ മാതാവിനെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി അന്വേഷണത്തിലായിരുന്നു NIA. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ നിർണായക വിവരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം വ്യാപിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കർണാടകയിലെ 2 ജില്ലകളിൽ പരിശോധന NIA വ്യാപകമായി നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാഗരാജുവിനെയും ഒപ്പം തന്നെ ASIയെയും ഒപ്പം തന്നെ ഈ അനീസ് ഫാത്തിമയെയും കൂടി ഇപ്പോൾ NIA കസ്റ്റഡി എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഡിജിറ്റൽ രേഖകൾ, സ്വർണം, പണം എന്നിവയടക്കം അത് കണ്ടുകെട്ടുകയും NIA ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ 3 പേർക്കും ഓരോ ദൗത്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നാഗരാജുവിന് ഈ ഫോൺ കൈമാറുക, അതായത് ആവശ്യമുള്ളപ്പോഴൊക്കെ നസീറിന് ഫോൺ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു ഈ നാഗരാജുവിന് ഉണ്ടായിരുന്നത്. മറ്റൊന്ന് ASIയുടെ ചുമതല, അതായത് ഈ നസീറിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ റൂട്ടടക്കം, അതിൻ്റെ വിവരങ്ങളടക്കം കൈമാറുക എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അത് കൃത്യമായി
കൃത്യമായി ഈ ഉദ്യോഗസ്ഥർ പാലിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ജയിലിൽ ഇവർക്കുള്ള പണമടക്കം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിൻ്റെ ജോലിയായിരുന്നു അനീസ് ഫാത്തിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ 3 പേരെയും കേന്ദ്രീകരിച്ച് ഇനി കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ സാധിക്കും. ഒപ്പം തന്നെ 2023 ഈ ലഷ്കർ ഇ തോയ്ബ സ്ലീപ്പർ സെല്ലിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കർണാടകയിലെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തതുമായിട്ടുള്ള വിവരങ്ങൾ അന്ന് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 8ഓളം പേർ പ്രതികൾ ചേർക്കപ്പെട്ടിരുന്നു. ഇവരിപ്പോഴും ഒളിവിലാണ്. ഇവരെ കണ്ടെത്തുന്നതിന് ഇത് സഹായകമാകും. ഈ വിവരങ്ങളിലൂടെ അവരിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും അന്വേഷണം രാജ്യവ്യാപകമായി വ്യാപിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് NIA ഇപ്പോൾ കടന്നിരിക്കുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഭീകരർക്ക് ഇത്തരം സഹായം ചെയ്യുന്നവർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മുൻ NIA SP TK രാജ്മോഹൻ പറഞ്ഞു. ഇത് വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം നിങ്ങൾ മനസ്സിലാകുന്ന ആ പ്രസ് റിലീസ് കണ്ടാൽ മനസ്സിലാവും നമുക്കത്. അതായത് ഒരാൾ സിറ്റി അമൃത്സറിലെ പോലീസ്മാൻ, മറ്റൊരാൾ പ്രിസണിലെ സൈക്കാട്രിസ്റ്റ്, ഇതൊക്കെ വളരെ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവരെ കൺവിക്ട് ചെയ്യിച്ച് നമ്മൾ ജയിലിൽ വിട്ടു കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് വെച്ചിട്ട് ഈ റാഡിക്കലൈസേഷനും അതുമൂലം രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തി നടത്തണമെന്ന് പറഞ്ഞാൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ ഹോൾ സിസ്റ്റത്തിനെ ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മളെ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തി എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് ഇവരെ കൺവിക്ട് ചെയ്യുന്നത്. കൺവിക്ഷൻ ലഭിക്കുക എന്ന് തന്നെ വെരി സീരിയസ് ടാസ്ക് ആണ്. അപ്പം ആ അന്വേഷണ ഏജൻസി അത്ര സീരിയസ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ടാണ് ഈ കൺവിക്ഷൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പം കൺവിക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജയിലിനകത്ത് അത്ര ആക്ടിവിറ്റി ഉണ്ടാകില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ടാണ് ഈ മത തീവ്രവാദികളും അത് രാജ്യത്തോട് സ്നേഹമില്ലാത്ത ഇവർ ഇത്രയും ഹൈ പൊസിഷനിലുള്ള ആൾക്കാർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് വളരെ ആശങ്ക ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം ഇവിടുത്തെ സിസ്റ്റം ഇത്ര വീക്കാണോ, അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മളിപ്പോൾ അനലൈസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നസീറിനെ അറസ്റ്റ് ചെയ്ത സംഘാംഗമായിരുന്നു TK രാജ്മോഹൻ. തടിയന്റെ നസീർ കേരളത്തിലും വലിയ തോതിൽ ഭീകരപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച തീവ്രവാദിയാണെന്ന് BJP നേതാവ് N ഹരി. സിമി ക്യാമ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഈ സംഘത്തിന്റെ കളമൊരുക്കലായിരുന്നുവെന്നും ന്യൂസ് 18നോട് N ഹരി പ്രതികരിച്ചു. ഇതിന്റെ ഒരു വലിയ ശൃംഖല ഈ നാട്ടിൽ നടക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന അതിനെ പ്രതിരോധിക്കാനാണ് ഇവിടെയുള്ള എല്ലാ മുന്നണികളും തയ്യാറാകുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലും അതിന് കിട്ടുന്ന വലിയൊരു സ്വീകാര്യതയും തങ്ങൾക്ക് സംരക്ഷണം കവചമൊരുക്കുന്നു എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും അല്ലെങ്കിൽ അവരെ വിലക്കില്ല. ഇപ്പൊ പറഞ്ഞല്ലോ ഈ ഡോക്ടർമാർ, ഇതുപോലുള്ള നിരവധി ആളുകളുണ്ട്. എന്റെ വീടായ നസീർ ഈരാറ്റുപേട്ടയിൽ 1.5 മാസം വന്ന് താമസിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. അന്നത്തെ സമയത്ത് അവിടെ താമസിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഭീകരവാദം എത്ര തലത്തിലേക്ക് ഇതിന് സാമ്പത്തികമായും അതിന്റെ മൂലധനങ്ങൾ അടക്കം കിട്ടുന്നത് ഏതെല്ലാം മേഖലകളിലാണെന്നുള്ളത് ഇനിയും നമ്മൾ ഓരോ അന്വേഷണങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് നടക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് പറയുന്നയാളുകളെ ഒരു വിഭാഗവുമായി ചേർത്തുകൊണ്ട് അവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഭാരതത്തിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ ചാപ്പ കുത്തുന്ന പരിപാടി എന്ന് നിർത്തുന്നു. കൃത്യമായ ഭീകരവാദികളെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അവർക്ക് തീവ്രവാദികളെ മാറ്റി നിർത്താൻ ഈ നമ്മുടെ നാട് എന്ന് ഒന്നിക്കുന്നു അന്ന് മാത്രമാണ് ഇതിനൊരു അവസാനം ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുന്നണി മാറ്റ സാധ്യതകൾ കേരള കോൺഗ്രസ് M തള്ളുമ്പോഴും ശ്രമം തുടരാൻ കോൺഗ്രസ്. ലയന സാധ്യത ഉൾപ്പെടെ പരിശോധിച്ചാണ് കോൺഗ്രസിന്റെ പുതിയ കരുനീക്കം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി. മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് M-ന്റെ സാന്നിധ്യം അനിവാര്യമാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കേരള കോൺഗ്രസ് പാർട്ടി ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം 5 വർഷക്കാലം മുമ്പ് നമ്മളെടുത്തത്. പാർട്ടിയുടെ ഇപ്പോൾ ഒരു ചെയർമാൻ എന്ന നിലക്ക് നിങ്ങളെടുത്ത് ചരിത്രം എടുത്ത് പരിശോധിച്ച് നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിലപാടെടുത്തിട്ടുള്ളപ്പോഴൊക്കെ പൂർണ്ണമായ ചർച്ചകളും ഒരു കൺവിക്ഷൻ്റെ പുറത്താണ്. ആ നിലപാടുകൾ എപ്പോഴും മാറ്റാനുള്ളതല്ല. അപ്സ് ആൻഡ് ഡൗൺ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കാം. പക്ഷെ ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. LDF വിടില്ല എന്നതാണ് കേരള കോൺഗ്രസ് M-ന്റെ ആവർത്തിച്ചുള്ള നിലപാട്. എന്നാൽ ജോസ് കെ മാണിയെ ഒപ്പമെത്തിക്കാനുള്ള നീക്കം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണി ഒപ്പമെത്തുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ലയന സാധ്യത ഉൾപ്പെടെ പരിശോധിക്കാൻ PJ ജോസഫിന് KPCC നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് സൂചന. ജോസ് കെ മാണി എത്തിയാൽ കടുത്തുരുത്തി സീറ്റ് നൽകേണ്ടി വരുമെന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ള പ്രതിസന്ധി.
മോൻസ് ജോസഫ് ഏറ്റുമാനൂരിലേക്ക് മാറേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മോൻസിനെ ഇടതു പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കം CPM നടത്തുന്നുണ്ട്. മാണി സി കാപ്പനിൽ നിന്നും സീറ്റ് ഏറ്റെടുത്ത് പാലായിൽ മത്സരിച്ചാൽ ജനങ്ങൾ കാപ്പനൊപ്പം വൈകാരികമായി വോട്ട് ചെയ്യുമെന്ന് ജോസ് കെ മാണി കരുതുന്നു. അതുകൊണ്ടുകൂടിയാണ് കടുത്തുരുത്തി എന്ന സാധ്യത തുറന്നിടുന്നത്. ഇടതുമുന്നണിയിൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന സമ്മർദ്ദതന്ത്രം ഇപ്പോഴും കേരള കോൺഗ്രസ് എം പയറ്റുന്നുണ്ട്. കാരണം അങ്ങനെ ചർച്ച പാർട്ടി നടന്നിട്ടില്ല. ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് ചർച്ചയില്ല. ഒരു അസംബ്ലി സീറ്റിനെ കുറിച്ച് ഇപ്പോൾ ചർച്ചയില്ല. അതൊക്കെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ കെൽപ്പുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം പാർട്ടി. കേരള കോൺഗ്രസിന്റെ ഈ സമ്മർദ്ദതന്ത്രം UDF പ്രവേശനം കൂടി മുന്നിൽ കണ്ടുള്ളതാണെന്ന് കരുതുന്നവരുണ്ട്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ചർച്ചകൾ മധ്യ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. BJP സംസ്ഥാന ഭാരവാഹി പട്ടിക ഉടൻ. RSSൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി ഇല്ലാത്ത സാഹചര്യത്തിൽ 5 പേരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിച്ചേക്കും. ശോഭ സുരേന്ദ്രൻ, MT രമേശ്, അഡ്വക്കേറ്റ് S സുരേഷ്, ഷോൺ ജോർജ് എന്നിവർ അന്തിമ പരിഗണനയിലുണ്ട്. ഷോൺ ജോർജിന് പകരം അനൂപ് ആന്റണിയെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ശോഭ സുരേന്ദ്രനെയും MT രമേശിനെയും ജനറൽ സെക്രട്ടറിമാരായി ഉൾപ്പെടുത്തിയാണ് പുതിയ പട്ടിക തയ്യാറാക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് S സുരേഷിന് ജനറൽ സെക്രട്ടറി പദം ലഭിച്ചേക്കും. ഷോൺ ജോർജും പട്ടികയിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. ഷോൺ ജോർജ് അല്ലെങ്കിൽ അനൂപ് ആന്റണിക്കാണ് സാധ്യത. രാജീവ് ചന്ദ്രശേഖറുമായുള്ള അടുത്ത ബന്ധമാണ് ഷോൺ ജോർജിന് ഗുണമാകുന്നത്. മുനമ്പം സമരം, മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ളവയിൽ നടത്തിയ ഇടപെടലുകളും നിർണായകമാണ്. കേന്ദ്ര നേതൃത്വവുമായുള്ള ബന്ധമാണ് അനൂപ് ആന്റണിക്ക് അനുകൂല ഘടകം. RSSൽ നിന്ന് നിലവിൽ ജനറൽ സെക്രട്ടറി നൽകാത്ത സാഹചര്യത്തിൽ 5ാമനായി അഡ്വക്കേറ്റ് P സുധീർ തുടരാൻ സാധ്യതയുണ്ട്. K സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന ഏറിയ പങ്ക് നേതാക്കളും പ്രധാന പദവിയിൽ നിന്ന് ഒഴിവാകുന്നു എന്നതും സവിശേഷതയാണ്. 10 വീതം വൈസ് പ്രസിഡന്റുമാരും സംസ്ഥാന സെക്രട്ടറിമാരും വരുന്നതിൽ 4 പേർ വീതം സംവരണ പട്ടികയിൽ നിന്ന് 2 പദവികളിലും ഇടം പിടിക്കും. ഡൽഹിയിലുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വവുമായി അവസാനഘട്ട ചർച്ചകൾ നടത്തിവരികയാണ്. അടുത്ത കാലത്ത് പാർട്ടിയിലെത്തിയവർക്ക് ഉന്നത പദവി നൽകരുത് എന്ന അഭിപ്രായം BJPയിലുണ്ട്. ഇത്തരം അഭിപ്രായങ്ങളാണ് ഷോൺ ജോർജിനെ പോലെയുള്ളവർക്ക് വെല്ലുവിളിയാകുക. എന്തായാലും ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാകുക. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഗുജറാത്തിലെ വഡോദര ജില്ലയിലെ പാദ്രയിൽ പാലം തകർന്നു വീണ് 9 മരണം. ഗംഭീര പാലമാണ് തകർന്നു വീണത്. രാവിലെ 7:30യോടെയാണ് സംഭവം. മിഥുൻ, આપ સાંભળી શકો છો વારંવાર આપણે હેડી હે સરતાવડા સરતાવડા બોયતા પોલીસવાળાને પડવા દે પણ દોયડા બોયડા હે તમારે એને જામન છે હો ત્યારે જોઈન્ટ પડશે હા ઓ ભઈલું આમ આપણે તો કામ સરતા નહીં પાવે હેડા આપણે નીકળી વેલા હવે તમે કઈ જવાનું ના નીકળે યાર મારે ગંભીર જવાનું તો યાર മഹിസാഗർ നദിയിലേക്ക് വാഹനങ്ങൾ വീണാണ് അപകടമുണ്ടായത്. മിഥുൻ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ പാലം പഴക്കമുള്ള പാലമാണോ? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ശ്രീജ, ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പ്രതിഷേധങ്ങൾ നേരത്തെ തന്നെ അരങ്ങേറിയിരുന്നു. അതിനു പിന്നാലെയാണ് ഈ വാഹനങ്ങൾ പോകുന്ന ആ സമയത്ത് തന്നെയാണ് ഇത് ഇടിഞ്ഞു വീഴുകയുണ്ടായത്. ഈ സമയത്ത് 3 വാഹനങ്ങൾ ഈ മഹിസാഗർ നദിക്ക് കുറുകെ വീഴുകയായിരുന്നു. ആ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്ന്. ഈ 3 വാഹനങ്ങൾ, അതായത് ഒരു ട്രക്കും ഒപ്പം തന്നെ ഒരു വാൻ, ഒരു കാർ എന്നിവയാണ് പാലത്തിലേക്ക് പതിക്കുകയും ചെയ്തത്. ഇതിലുണ്ടായിരുന്നവരാണ് ആദ്യം 10 പേരെ സമീപവാസികളാണ് ഈ അപകടം ആദ്യം കാണുന്നത്. അവർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. അതിൽ ആദ്യം തന്നെ 8 പേരെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു. ഇവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവരിൽ പിന്നീട് ബാക്കിയുള്ളവരെ കൂടി രക്ഷപ്പെടുത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിരുന്ന വിവരം. അവർക്ക് അതിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ജീവഹാനി സംഭവിക്കുമെന്ന് അല്ലെങ്കിൽ ആർക്കും മരണം സംഭവിക്കുമെന്ന് ആരും കരുതിയെന്നല്ല. ഇപ്പോൾ 9 പേർ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, ഈ പാലം തകരാനുള്ള കാരണം, ഒപ്പം തന്നെ ഇതിലേതെങ്കിലും തരത്തിൽ നടപടിയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ഈ പാലം പണിയുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന ആരോപണങ്ങളിൽ എന്താണ് വസ്തുത, അതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉടൻ തന്നെ ഈ മേഖല സന്ദർശിക്കുമെന്നാണ് അറിയാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ പാലം എന്ന് പറയുന്നത് മധ്യ ഗുജറാത്തിനും ഒപ്പം തന്നെ സൗരാഷ്ട്രയ്ക്കും
റോഡിലേക്കും ഇടയിലുള്ള ഒരു പ്രധാന കണക്ടറാണ് ആ പാലമാണ്, അത് ആ സ്ട്രെച്ചറാണ് ഇടിഞ്ഞു വീഴുകയും ചെയ്തത്. ഇവിടെ രാവിലെ 7:30 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. കൂടുതൽ വാഹനങ്ങൾ ആ സമയത്ത് കടന്നു പോകാത്തതാണ് വലിയൊരു അപകടം എന്തായാലും ഒഴിവാവുകയും ചെയ്തു. ഈ സമയം ആ കുറുകെ പോയ 3 വാഹനങ്ങളാണ് ഈ മഹാസാഗർ നദിക്ക് കുറുകെ വീഴുന്നത്. ആ പാലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് തന്നെ ഒരു ഗംഭീര പാലം എന്ന് തന്നെയാണ്. അങ്ങനെ അത്രത്തോളം വലിയ ഒരു കണക്ടിവിറ്റി ആ പാലം ത്തിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ജനങ്ങളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നതായിരുന്നു. കാരണം ഈ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയില്ല എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പാലത്തിൽ പലയിടങ്ങളിലും വിള്ളലുണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിൻ്റെ തൂണുകളിൽ ആ വിള്ളൽ രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയരുകയും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യാപകമായ പ്രതിഷേധവും നടത്തുകയും ചെയ്തതാണ്. പക്ഷേ അതിലൊന്നും അധികാരികൾ കണ്ണു തുറന്നില്ല എന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 7:30 കൂടിയാണ് ഈ പാലം കുറുകെ തകർന്നു വീഴുകയും അതിൽ 9 പേർ മരണപ്പെടുകയും ചെയ്ത സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മഹാസാഗർ നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്ന 4 വാഹനങ്ങളാണ് പുഴയിലേക്ക് വീണ് ഈ അപകടമുണ്ടായത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാല ക്യാമ്പസിൽ കയറുന്നത് വിലക്കി വൈസ് ചാൻസലറുടെ നോട്ടീസ്. ഉത്തരവ് ലംഘിച്ച് ഓഫീസിലെത്തിയാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. അവധിയിലായിരുന്ന ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് VC-യുടെ ചുമതലയിലേക്ക് തിരിച്ചെത്തി. സർവകലാശാലയിലെ SFI സമരം ഗുണ്ടായിസമാണെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സമരം ശക്തമായി തുടരുമെന്നും VC-യെ തടയുമെന്നും SFI-യും വ്യക്തമാക്കി. താത്കാലിക VC-യുടെ ചുമതല ഒഴിയുന്നതിന് തൊട്ടു മുമ്പാണ് സിസ തോമസ് രജിസ്ട്രാർ അനിൽകുമാറിന് നോട്ടീസ് നൽകിയത്. സർവകലാശാല ക്യാമ്പസിൽ കയറുകയോ ഓഫീസ് സൗകര്യം ഉപയോഗിക്കുകയോ ചെയ്യരുതെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ സസ്പെൻഷൻ പിൻവലിച്ചെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അനിൽകുമാറും ഇടത് സിൻഡിക്കേറ്റും. രജിസ്ട്രാറുടെ ചുമതല സിസ തോമസ് മിനി കാപ്പന് നേരത്തെ കൈമാറിയിരുന്നു. ഫലത്തിൽ ആരാണ് സർവകലാശാലയുടെ രജിസ്ട്രാർ എന്ന കാര്യത്തിൽ വലിയ തർക്കമാണ്. അധികാര വടംവലിയിൽ ദിവസങ്ങളായി സർവകലാശാല ഭരണം സ്തംഭനത്തിലും. ഇതിനിടെ റഷ്യയിൽ നിന്ന് തിരിച്ചെത്തിയ മോഹൻ കുന്നുമ്മൽ VC-യുടെ ചുമതല ഏറ്റെടുത്തു. ഗവർണറെ കണ്ട ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. ഇനിയുള്ള നടപടികൾ കൂടിയാലോചനയ്ക്ക് ശേഷം മതിയെന്നാണ് രാജ്ഭവന്റെയും നിലപാട്. സർവകലാശാലയിലെ ഇന്നലത്തെ സമരത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI നടത്തിയത് ഗുണ്ടായിസമാണ്. ആ ഗുണ്ടായിസത്തിന് സർക്കാരും പോലീസും കൂട്ടുനിന്നു. എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തികഞ്ഞ ഗുണ്ടായിസമായിരുന്നു. പോലീസ് അതിന് കൂട്ടുനിൽക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന UDF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ കുടപിടിക്കുന്ന പോലീസും, ഈ 2 പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് SFI സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കാനും കേരളത്തിൽ ഗൂഢമായ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവർണർക്കെതിരെയും RSSന്റെ അജണ്ടയ്ക്കെതിരെയും അതിനെതിരെ പ്രതിഷേധിച്ച SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമരസഖാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചു. നാളെ സംസ്ഥാന വ്യാപകമായി SFI പഠിപ്പ് മുടക്കാൻ തീരുമാനിക്കുകയാണ്. സർവകലാശാല ആസ്ഥാനത്തെ അക്രമ സംഭവങ്ങളിലും വൈസ് ചാൻസലർ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്ന SFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനുള്ള വൈരാഗ്യത്തിലാണ് തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിൽ ഹോട്ടൽ ഉടമയെ കൊന്നതെന്ന് പ്രതികളുടെ മൊഴി. വഴുതക്കാട്ടെ കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജിനെയാണ് കൊലപ്പെടുത്തിയത്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അടിമല്ലത്തുറ സ്വദേശി രാജേഷ്, നേപ്പാൾ സ്വദേശിയായ ഡേവിഡ് എന്നിവരാണ് പ്രതികൾ. ഇന്നലെ രാവിലെ 10 മണിയോടെയായിരുന്നു കൊലപാതകം. ഹോട്ടൽ തൊഴിലാളികൾക്കായി ജസ്റ്റിൻ രാജ് വാടകയ്ക്കെടുത്ത ഈശ്വരവിലാസം റോഡിലെ വീട്ടിൽ വെച്ചായിരുന്നു പ്രതികൾ ജസ്റ്റിൻ രാജിനെ ആക്രമിച്ചത്. രാവിലെ ജോലിക്കെത്താത്തതിനാലാണ് ഇവരെ അന്വേഷിച്ച് ജസ്റ്റിൻ രാജ് പ്രതികൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയത്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞതോടെ രാജേഷ് മർദ്ദിച്ചു. നിലത്തു വീണ ജസ്റ്റിനെ രണ്ടുപേരും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. സുഹൃത്ത് സ്റ്റാൻലിയുടെ ബൈക്കിലാണ് ഇന്നലെ രാവിലെ 9:30 ജസ്റ്റിൻ രാജ് തൊഴിലാളികളുടെ അടുത്തേക്ക് പോയത്. ഉച്ചവരെ കാണാതായതിനെ തുടർന്ന് സ്റ്റാൻലി മ്യൂസിയം പോലീസിൽ പരാതി നൽകി. അദ്ദേഹം എന്റെ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ എന്റെ ജോലിക്കാരവിടെ റൂമിലുണ്ട്.
ഞാൻ അവരെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി. സ്ഥാപനത്തിൽ പോയിട്ട് അവിടെ നിന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു 1.5 മണി വരെ ഞാൻ നോക്കിയിട്ട് എനിക്കെന്തോ മനസ്സിന് ഭയങ്കര ടെൻഷൻ. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. ഫോൺ കോൾ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. രാജേഷിന്റെ അടിമലത്തുറയിലെ വീട്ടിൽ പോലീസ് എത്തുമ്പോൾ ഡേവിഡും രാജേഷിനൊപ്പം ഉണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതികൾ പോലീസിനെ ആക്രമിച്ചു. CPM ജില്ലാ സെക്രട്ടറി M സത്യനേശന്റെ മരുമകനാണ് ജസ്റ്റിൻ രാജ്. ന്യൂസ് 18 തിരുവനന്തപുരം. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. ഹരികൃഷ്ണൻ ചേരും.